എൻ്റെ IPL സീസൺ മുഴുവനായിട്ടും രാജസ്ഥാൻ റോയൽസിന് വേണ്ടി കളിച്ചിട്ട് കരിയർ അവസാനിപ്പിക്കാനായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷേ രാജസ്ഥാൻ റോയൽസ് എന്നെ നിലനിർത്താത്തതിൽ എനിക്ക് വളരെയധികം നിരാശയുണ്ട്. രാജസ്ഥാൻ റോയൽസിന്റെ ആരാധകർ എനിക്ക് വളരെയധികം പ്രിയപ്പെട്ടവരാണ്. ഞാൻ വളരെ മോശം സമയത്ത് കടന്നുപോയ സമയത്ത് വരെ അവർ എന്നെ പിന്തുണച്ചിരുന്നു. രാജസ്ഥാൻ മാനേജ്മെന്റ് എനിക്ക് മികച്ച പിന്തുണ നൽകിയിട്ടുണ്ട്. സഞ്ജു സാംസണെയും ജയ്ക്ലിഷ് മഗ്രത്തോടും അതുപോലെ മനോജ് ബദ്ലക്കും ഞാൻ നന്ദി അറിയിക്കുന്നു. അവർ എല്ലാം എൻ്റെ മികച്ച സുഹൃത്തുക്കളാണ്. ഞാൻ എൻ്റെ മികച്ച സുഹൃത്തുക്കളെയൊക്കെ മിസ് ചെയ്യാൻ പോവുകയാണ്. ഇനി അഥവാ രാജസ്ഥാൻ റോയൽസ് എന്നെ തിരികെ കൊണ്ടുവരാൻ ശ്രമം നടത്തുകയാണെങ്കിൽ ഞാൻ വളരെയധികം റെഡിയാണ്. എനിക്ക് ടീമിൽ വീണ്ടും രാജസ്ഥാൻ ടീമിൽ തിരികെ എത്തി കളിക്കാൻ എനിക്ക് വളരെയധികം ആഗ്രഹമുണ്ട്. അതുപോലെ എൻ്റെ ഫാമിലിയെയും വളരെയധികം സപ്പോർട്ട് ചെയ്യുന്ന ടീമാണ് രാജസ്ഥാൻ റോയൽസ്. രാജസ്ഥാൻ വിട്ട് അടുത്ത സീസണ് ഗുജറാത്തിന്റെ ഭാഗമായിട്ട് ഞാൻ കളിക്കാൻ പോവുകയാണ്. ഏതായാലും ആരാധകരെ ഞാൻ മിസ് ചെയ്യും. രാജസ്ഥാൻ ആരാധകരുടെ ആ ഒരു വൈബ് ഞാൻ മിസ് ചെയ്യും. ഇത്തരം ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയിരിക്കുകയാണ് രാജസ്ഥാൻ റോയൽസിന്റെ മുൻ ഇംഗ്ലീഷ് താരമായിട്ടുള്ള ജോസ് ബട്ട്ലർ ആണ് പറഞ്ഞിട്ടുള്ളത്. ടൈംസ് ഓഫ് ഇന്ത്യക്ക് നൽകിയ ഒരു അഭിമുഖത്തിലാണ് അദ്ദേഹം ഈ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയിട്ടുള്ളത്. നമുക്കറിയാം, രാജസ്ഥാൻ റോയൽസിന്റെ മികച്ച താരമാണ് അദ്ദേഹം. രാജസ്ഥാൻ റോയൽസിന് വേണ്ടി അനേകം മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട്. വൈസ് ക്യാപ്റ്റൻ ആയിരുന്നു. എന്നാൽ ഇത്തവണ അവസാനിച്ച ലേലം വന്ന സമയത്ത് അദ്ദേഹത്തെ റിലീസ് ചെയ്യുകയായിരുന്നു രാജസ്ഥാൻ റോയൽസ്. നിലവിൽ ഗുജറാത്ത് ടൈറ്റൻസ് ആണ് അദ്ദേഹത്തെ സ്വന്തമാക്കിയിട്ടുള്ളത്. നിരവധിയായിട്ടുള്ള വിമർശനങ്ങൾ, ബട്ട്ലറെ നിലനിർത്താത്തതിന്റെ നിരവധിയായിട്ടുള്ള വിമർശനങ്ങൾ മാനേജ്മെന്റ് കേൾക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ദ്രാവിഡ് കോച്ചായ ശേഷമാണ് ഇത്തരം ഒരു തീരുമാനമെടുത്തത്. ഏതായാലും ജോസ് ബട്ട്ലർ രാജസ്ഥാൻ റോയൽസിൽ തുടരണമായിരുന്നു. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഈ വീഡിയോക്ക് താഴെ കമന്റായി രേഖപ്പെടുത്തൂ.